നമസ്കാരം. നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് നേരിട്ട മാലോം വള്ളിക്കടവിലെ ജോയിന്റെ ചികിത്സക്ക് ബിരിയാണി ചലഞ്ചുമായി നാട് കൈകോർത്തപ്പോൾ അത് ചരിത്രമായി. മാറുന്ന കാലത്ത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എങ്ങനെ സമൂഹത്തിന് ഗുണകരമാകും എന്നതിന്റെ തെളിവ് കൂടിയായി 10,000-ലധികം ബിരിയാണി വിതരണം ചെയ്ത ബിരിയാണി ചലഞ്ച്. നാട്ടുകാരനായ ജോയിനെ സഹായിക്കേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാക്കിയ ഡാർലിൻ ജോർജ് കടവനും ഗിരീഷ് വട്ടക്കാട്ടും ചേർന്ന് രൂപീകരിച്ച വാട്സാപ്പ് ഗ്രൂപ്പിൽ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ 1000-ലധികം ആളുകൾ ചേർന്നു. തുടർന്ന് വാട്സാപ്പ് ഗ്രൂപ്പിൽ നടന്ന ചർച്ചയെ തുടർന്ന് ജനകീയ കൂട്ടായ്മ വിളിച്ചു ചേർക്കുകയും കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. ഗിരീഷ് വട്ടക്കാട്ട് ചെയർമാനും ജോബി കാര്യവിൽ ജനറൽ കൺവീനറും വിനോദ് കുമാർ PG ട്രഷററും ഡാർലിൻ ജോർജ് കടവൻ മീഡിയ കോർഡിനേറ്ററുമായ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബളാൽ, വെസ്റ്റ് എളേരി, ഈസ്റ്റ് എളേരി പഞ്ചായത്തുകളിൽ നിന്നും ബിരിയാണിയുടെ ഓർഡർ സ്വീകരിച്ചു. മാലോത്ത് കസബ സ്കൂളിലെ അധ്യാപകരും വിവിധ ക്ലബ്ബുകളും യുവജന കൂട്ടായ്മകളും ജനകീയ കമ്മിറ്റിക്ക് പിന്തുണയുമായി സജീവമായി രംഗത്തെത്തി. 3 ക്ലബ്ബുകൾ 2 ലക്ഷം രൂപയും പറമ്പയിലെ യുവജന കൂട്ടായ്മ 1 ലക്ഷം രൂപയും സംഭാവനയായി നൽകി. മൊത്തം 7 ലക്ഷം രൂപ ബിരിയാണി ചലഞ്ചിലേക്ക് സംഭാവനയായി ലഭിച്ചു. 35 കിൻഡൽ കോഴി, 16 കിൻഡൽ അരി, 7 കിൻഡൽ സവോള, 300 ലിറ്റർ വെളിച്ചെണ്ണ, 100ഓളം ചെമ്പുകൾ, 16 അടുപ്പുകൾ, 4 ലോഡ് വിറക് എന്നിവ ഉപയോഗിച്ചു. ഇന്നലെ മുതൽ 500-ലധികം ആളുകൾ സ്വയം സന്നദ്ധരായി സേവന രംഗത്തുണ്ട്. രാവിലെ 4:30 തന്നെ ബിരിയാണി പാക്ക് ചെയ്യാൻ സ്ത്രീകളടക്കം 300-ലധികം ആളുകൾ വള്ളിക്കടവ് സെന്റ് ജോർജ് പാരിഷ് ഹാളിലെത്തി. ബിരിയാണി ചലഞ്ചിന്റെ വിതരണോദ്ഘാടനം മാലോം സെന്റ് ജോർജ് ഫെറോന ചർച്ച് വികാരി ഫാദർ ജോസഫ് തൈക്കുന്നുംപുറം, അടുക്കളക്കുന്ന് ഭഗവതി ക്ഷേത്രം കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ PG, കൊന്നക്കാട് മുഹമ്മദ് റാഷിദ് ഹിമാമി സഖാഫി എന്നിവർ ചേർന്ന് കമ്മിറ്റി ചെയർമാൻ ഗിരീഷ് വട്ടക്കാട്ടിനും ജനറൽ കൺവീനർ ജോബി കാര്യവിലിനും നൽകി നിർവഹിച്ചു. ചികിത്സാ കമ്മിറ്റി ചെയർമാൻ രാജു കട്ടക്കയം, ND വിൻസെന്റ്, ആൻഡ്രൂസ് വട്ടക്കുന്നിൽ തുടങ്ങിയവരും സജീവമായിരുന്നു. TK എവുജിൻ, ജോൺസൺ ചിറയത്ത്, ഷോബി ജോസഫ്, PC രഘുനാഥൻ, അലക്സ് നെടിയകാല, ബിൻസി ജെയിൻ, മോൻസി ജോയ്, ജെസ്സി ടോമി, പ്രിൻസ്, മിനി നാമറ്റം, സിബിച്ചൻ പുളിങ്കാല, മുസ്തഫ PP, ശ്രീജ, വിൻസെന്റ് കുന്നോല, ഷോണി ജോർജ്, അമൽ, ജോമോൻ PV, ജെയിംസ്, ഓമന, ബിബിൻ ഈഴക്കുന്നേൽ, സോമേഷ്, വിഷ്ണു, സുബിത്ത്, ഷിജോമോൻ തുടങ്ങിയവർ പിന്തുണയുമായി രംഗത്തുണ്ടായിരുന്നു. ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത. ജോയിൻ്റെ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി ഇവിടെ ഒരു ബിരിയാണി ചലഞ്ച് ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ആ ബിരിയാണി ചലഞ്ച് ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഞങ്ങൾ വാട്സപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് അന്ന് തന്നെ ഞങ്ങൾക്ക് 1023 പേർ ആ ഒരൊറ്റ ദിവസം കൊണ്ട് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ പൂർത്തീകരിച്ചു. പിന്നെ ഞങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസമായപ്പോഴത്തേനും ഞങ്ങൾ ചിന്തിച്ച ആ 3 ലക്ഷം രൂപ ഞങ്ങളുടെ സുഹൃത്തുക്കളും നാട്ടിലുള്ള പുറത്ത് ജോലി ചെയ്യുന്നവരും എല്ലാവരുമായിട്ട് ഞങ്ങൾക്കൊരു 3 ലക്ഷത്തിൽ മീതെ സംഭാവന കിട്ടി. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ നാട്ടിൽ വന്നു എല്ലാവരോടും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാ ഭാഗത്തു നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നതിനേക്കാട്ടിലും കൂടുതൽ ആൾക്കാർ നമുക്ക് സംഭാവനയായിട്ടും ഞങ്ങൾക്കിപ്പോൾ മൊത്തം ഒരു 7 ലക്ഷം രൂപയിൽ മീതെ സംഭാവനയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ബിരിയാണി ചലഞ്ച് ഞങ്ങൾ ആദ്യം വിചാരിച്ചു ഒരു 5000 അല്ലെ 4000 നമുക്ക് ചെയ്യാമെന്നാണ്. അത് കഴിഞ്ഞ് ഈ നാട്ടിലുള്ള മുഴുവനും ആൾക്കാർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് എങ്ങനെ വീടുകൾ കയറുന്നു അതുപോലെ തന്നെ വീടുകൾ കയറി ഓർഡറുകൾ എടുത്ത് 10,000-ന് മീതയിലേക്ക് ഓർഡറുകൾ എടുത്ത് ഞങ്ങളിപ്പം കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പോൾ 10,000 കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു പേടിയായി, ഇതിൽ കൂടുതൽ പോയാൽ എന്ത് ചെയ്യും? അങ്ങനെ ഞങ്ങൾ 10,000-ത്തെ നിർത്തി. അങ്ങനെ ഇന്ന് ഞങ്ങൾ ഈ പരിപാടി ബിരിയാണി ചലഞ്ച് 10,000 ഓർഡർ തികച്ച് ഇന്ന് ഓർഡറുകൾ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഒരു 12 ലക്ഷത്തിന് മീതയിലോട്ട് ഞങ്ങൾക്ക് 100% കൊടുക്കാൻ പറ്റും. ഈ ബിരിയാണി ചലഞ്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളൊരു 12 ലക്ഷം രൂപയിൽ കൂടുതൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് നമ്മളൊന്നും പറയാതെ തന്നെ ആളുകൾ വന്ന് ഈ പരിപാടിയിൽ ഉൾക്കൊള്ളുകയാണ്. കടവ് ഇടവകാംഗമായിരുന്ന സ്കറിയ ഐസ് കൊച്ചുമറ്റം എന്ന സഹോദരൻ്റെ കരൾമാറ്റ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട് ഫണ്ട് ശേഖരിക്കുവാൻ വേണ്ടി മാലോം, വള്ളിക്കടവ്, പറമ്പ്, കൊന്നക്കാട് തുടങ്ങിയ പ്രദേശങ്ങളിലെ ജനകീയ കൂട്ടായ്മ സംയുക്തമായി നടത്തുന്ന ഒരു മെഗാ ബിരിയാണി ചലഞ്ചാണ് സെൻറ്റ് ജോർജ് ഫെറോന ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുക. ഇന്നലെ മുതൽ ആരംഭിച്ച ഈ സംരംഭം ഒരു ജീവൻ്റെ തുടിപ്പിന് വേണ്ടി, ജീവൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയുള്ള ജനകീയ കൂട്ടായ്മയുടെ പരിശ്രമമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. തീർച്ചയായിട്ടും ഏറെ അഭിമാനമുണ്ട്. ഒരു കൂട്ടായ്മയുള്ള ഒരു സമൂഹം
ഈ പ്രദേശത്തുണ്ട് എന്ന് കാണുന്നതിൽ എനിക്കേറെ അഭിമാനം തോന്നുകയാണ്. നാടൊന്നാകെ ഉണർന്ന് ഒരു സഹോദരൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ട് പരിശ്രമിക്കുന്നു കാണുമ്പോൾ കരുണയും അനുകമ്പയും ആർദ്രതയുമുള്ള ഒരു സമൂഹം ഇവിടെ ഉണ്ട് എന്നതിൻ്റെ നിദർശനമാണ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഇത് ഈ സംരംഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഏറെ ശ്രദ്ധയോടെ ഞാൻ അഭിനന്ദിക്കുകയാണ്. അവരുടെ ത്യാഗത്തിനും രക്ഷപ്പാടിനും ദൈവം പ്രതിഫലം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. ഫറിയ ഐസക്ക് ഇപ്പോൾ ലിസി ഹോസ്പിറ്റലിൽ ഓപ്പറേഷൻ വിധേയനായിട്ട് കഴിയുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട മകൻ എഡിസനാണ് കരൾ പകർത്തു നൽകിയത്. ഒരു പിതാവിൻ്റെ ജീവന് വേണ്ടി സ്വന്തം ജീവിതം ഹോമിച്ച ഒരു മകൻ്റെ ചിത്രം ഈ കാലഘട്ടത്തിൽ നമുക്ക് അഭിമാനമാണ്. മക്കൾ മാതാപിതാക്കളെ അനാഥശാലയിലേക്കൊക്കെ വലിച്ചെറിയപ്പെടുമ്പോൾ തൻ്റെ പ്രിയപ്പെട്ട പിതാവിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ ജീവൻ്റെ ഒരു തുടിപ്പ് പറിച്ചു നൽകാനായിട്ട് താല്പര്യം കാണിച്ച എഡിസനെ ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. ആ മകൻ്റെ പിതൃസ്നേഹത്തിൻ്റെ മഹാത്മ്യം ലോകം തിരിച്ചറിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഈ അവസരത്തിൽ ഈ സഹോദരൻ്റെ ചികിത്സാർത്ഥം സഹായിച്ച എല്ലാ സുമനസ്സുകളെയും നന്ദിയോടെ ഓർക്കുകയാണ്. പ്രത്യേകിച്ച് ബിരിയാണി ചലഞ്ചിലൂടെ ഈ പ്രദേശത്തിൻ്റെ കൂട്ടായ്മ വളർത്തിയ എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഈ സഹോദരൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഫണ്ട് കണ്ടെത്താനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും എല്ലാ അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു.